നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഐക്യത ഇല്ലാത്തതുകൊണ്ട് മനസ്സിന് സ്വല്പം സമാധാനക്കേടും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാവും. എന്നാൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ടും എല്ലാ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും പക്വതയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളെ അതിജീവിക്കും. പക്ഷേ അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾ വന്നു ചേരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം സമീപഭാവിയിൽ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടവരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ പാഠ്യപദ്ധതികളെല്ലാം പൂർത്തീകരിക്കും, പരീക്ഷയെല്ലാം പൂർത്തീകരിക്കും. എന്നാൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിന് ശേഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ചിലർക്ക് അതിൽ നിന്നും പിന്മാറുവാൻ ഇടവരും. മറ്റു ചിലർക്ക് 6 മാസം കൂടിയും അത് പ്രവർത്തിച്ചാലോ എന്ന ധാരണയോടുകൂടി തന്നെ, പ്രത്യേകിച്ച് അധിക പണച്ചെലവൊന്നും ഇല്ലെങ്കിൽ പോലും മാസ വരുമാനം ഇല്ലാത്തതിൻ്റെ ഒരു സ്വസ്ഥതക്കേട് കൊണ്ട് അത് ഒരു പരീക്ഷണം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ചിലർക്ക് ജീവിത ചെലവ് കൂടി വരുന്നത് അതിൻ്റെ വെളിച്ചത്തിലും മറ്റു ചിലർക്ക് സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റമുണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും മറ്റു ചിലർക്ക് ഇനി അവിടെ കൂടുതലായിട്ട് വിസ ലഭിക്കുകയില്ല, വിസയ്ക്ക് എക്സ്റ്റൻഷൻ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ജന്മനാട്ടിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടവരും. ആദർശങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തത് വഴി സമാധാനക്കേട് അനുഭവപ്പെടുവാനിടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛനമ്മമാർക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വളരെയധികം നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. പദ്ധതി ആസൂത്രണങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും പണം ചെലവാക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരിയെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാം എന്ന ധാരണയോടുകൂടി ഈ ഒരു മാസം കൂടുതൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് അന്തിമ നിമിഷത്തിൽ ഫലത്തിന്, അനുഭവത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വിജയം കൈവരിക്കുവാനിടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. വിശ്വാസയോഗ്യമല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വാദനാഡി രോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള ചികിത്സകളും ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമവും വേണ്ടി വരുവാനിടയുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി ഗൃഹത്തിലിരുന്നും കൊണ്ട്
ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു സമാധാനം, സ്വസ്ഥത എന്നിവ കുടുംബജീവിതത്തിൽ കുറയുവാനും ഇടയുണ്ട്. പുത്രൻ വരുത്തിവെച്ച സാമ്പത്തികമായിട്ടുള്ള നഷ്ടം പരിഹരിക്കുവാനായിട്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉന്നതരുടെ ശുപാർശയിൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. പലപ്പോഴും ധനാഢ്യനാണെന്ന് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും സാമ്പത്തിക ആവശ്യത്തിന് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യക്തി സ്വഭാവത്താൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. തണുപ്പ് രാജ്യത്തു നിന്നും പിന്മാറി സമശീതോഷ്ണ രാജ്യത്തിലേക്ക് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സാധ്യത കാണുന്നു. ചിലരുടെ അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങളെ കൊണ്ട് മനസ്സിന് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുമെങ്കിൽ പോലും അതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപകാരങ്ങൾ ചെയ്ത് കൊടുത്തവരിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുക എന്നൊരവസ്ഥകളെ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ തോന്നലുകൊണ്ടുണ്ടാകുന്നത്. അതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും സമത്വമായിട്ടുള്ള ചിന്തകൾ, ഈശ്വരാരാധനകൾ, എല്ലാത്തിലും നന്മ കണ്ടെത്തുവാനുള്ള മാനസികമായിട്ടുള്ള താല്പര്യം, മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുടെ സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം തന്നെ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലും വന്നു ചേരും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. പരീക്ഷാ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി ഫെബ്രുവരി മാസത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഗവൺമെൻറ് തലത്തിൽ പല ആനുകൂല്യങ്ങളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് അനുഭവപ്പെടുന്നത് വഴി ഇതിനെല്ലാം മുടക്കങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ തയ്യാറാകുവാൻ ഇടയുണ്ട്. പുതിയ കരാറ് ജോലികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഗുണകരമല്ലാത്തതാണ്. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിധത്തിലും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടും 2026 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ത്വഗ് രോഗപീഠകളെ കൊണ്ട് അസുഖങ്ങളുണ്ടാകുന്നത് വഴി മനസ്സിന് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുമെങ്കിലും പ്രകൃതി ജീവന ഔഷധ രീതികളെ കൊണ്ട് രോഗശമനം വന്നു ചേരുവാനും ഫെബ്രുവരി മാസത്തിൽ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകുവാനായിട്ട് വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും വേണ്ടതാണ്. അല്ലാത്ത പക്ഷം ദാമ്പത്യത്തിൽ സ്വല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം വേണം. പ്രത്യേകിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും കഴിഞ്ഞ 7-8 മാസമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെ നിരന്തരമായിട്ട് നേട്ടങ്ങളും അനുഭവങ്ങളും പുരോഗതിയും ക്രമാനുഗതമായിട്ടുള്ള ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയൊരു ധ്രുവീകരണം എന്ന നിലയിൽ അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിച്ചും കൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും
അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും പ്രത്യേകിച്ചൊരു പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നഷ്ടപ്പെടും എന്ന് കരുതുന്ന ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന് പദ്ധതികൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ആ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിൽ ഉപരിപഠനമൊക്കെ പൂർത്തീകരിച്ച് പരീക്ഷകളൊക്കെ പൂർത്തീകരിച്ച് ഏറെക്കുറെ ഭേദപ്പെട്ട രീതിയിൽ നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. വിജയശതമാനം കുറയുന്നത് വഴി ഉന്നത വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല എങ്കിൽ പോലും ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ വന്നു ചേരുന്നുണ്ടോ എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുവാൻ ഇടയുണ്ട്. ആരോഗ്യം നിലനിർത്തുവാനായിട്ടും ആരോഗ്യ സംരക്ഷണത്തിനുമായിട്ടും ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമത്തിനും പ്രാധാന്യം നൽകുവാൻ ഇടവരും. പലപ്പോഴും നീതിയുക്തമായിട്ടുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടവരും. യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ജോലിസ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി പിടിപെടുന്ന സാഹചര്യങ്ങളെ കൊണ്ട് 1-2 ആഴ്ച ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും മേലധികാരികളുടെയും ഉടമസ്ഥരെയും പ്രത്യേക പരിഗണനയിൽ ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾക്ക് വേണ്ടി മെയ് മാസത്തിൽ നടക്കുന്ന ഈ പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾക്ക് വേണ്ടി അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും ഓർമ്മശക്തി കുറവുണ്ടോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം മനനം ചെയ്തുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് വിചാരിക്കുന്നതിനേക്കാളുപരി അഥവാ ഉദ്ദേശിക്കുന്നതിനേക്കാളുപരി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബ തർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥരുടെ സഹായം വേണ്ടി വരുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. വിദേശത്ത് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അനുദിനം വർദ്ധിക്കുന്ന ചെലവിനങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ചേർന്ന് പിന്നീട് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാം എന്ന സങ്കല്പത്തോടുകൂടി ഒറ്റയ്ക്ക് അവിടേക്ക് വിദേശത്തേക്ക് യാത്ര പുറപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും പദ്ധതികൾ സമർപ്പിക്കുവാൻ തക്കവണ്ണം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികളാണ്. ഏറെക്കുറെ ഈ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളെ കൊണ്ട് ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ഗവൺമെൻറ് തലത്തിൽ ഒരു നിയമനാനുമതി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ആത്മാർത്ഥ സുഹൃത്ത് സാഹസ പ്രവൃത്തികളിൽ നിന്നും അപകടങ്ങൾ വന്ന്
സംഭവിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ചികിത്സയ്ക്കായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപദ്ധതികളായതുകൊണ്ട് പ്രവൃത്തി പരിചയമുള്ള മേഖല മാത്രം നിലനിർത്തിക്കൊണ്ടും ഏറ്റെടുത്തും കൊണ്ടും മറ്റുള്ള വിഷയങ്ങൾ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും അഹോരാത്രം പ്രവർത്തിക്കാം എന്നുള്ളൊരു മാനസികമായിട്ടുള്ള തയ്യാറ് എടുക്കുന്നതും എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.